അതിര ജയനും കീർത്തന കേശവനും കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിര, ഇനി ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ അത്തം ഘോഷയാത്രയായി എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? മാധു, എല്ലാം ഇവിടെ സജ്ജമാണ്. ആകെ മൊത്തം ബഹളമാണ്, ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാവേലി ഉണ്ട് നമ്മുടെ കൂടെ. മാവേലി നേരത്തെ എത്തിയോ? പിന്നെ തീർച്ചയായിട്ടും രാവിലെ 5 മണിയായപ്പോഴേ എത്തി. പൂർണ്ണത്രേശനെ കൊണ്ട് തൊഴുതു അനുഗ്രഹം മേടിച്ചിട്ടാണ് ഒരുങ്ങാനായിട്ട് തുടങ്ങിയത്. എല്ലാവർക്കും മഹാബലിയുടെ സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. മാവേലിയുടെ പേരെന്താ? എൻ്റെ പേര് ആനന്ദ്. എറണാകുളം മരടാണ് സ്ഥലം. ആദ്യമായിട്ടാണ് ഞാൻ മഹാബലിയുടെ വേഷം കെട്ടുന്നത്. പൂർണ്ണത്രേശൻ്റെ ഒരു ഭക്തനാണ്. ആ ഭഗവാന്റെ മുമ്പിലൂടെ, ആ ഹൃദയനാഥൻ്റെ പൊന്നുതമ്പുരാൻ്റെ സന്നിധിയിലൂടെ ഈ ഒരു മഹാബലിയുടെ വേഷമണിഞ്ഞ് രാജനഗരിയിലൂടെ പ്രജകളെ ഒന്ന് കാണാനായിട്ടൊരു അവസരം നൽകിയ നമ്മുടെ തൃപ്പൂണിത്തുറ നഗരസഭയ്ക്കും അത്തച്ചമയം ജനറൽ കൺവീനർ രാകേഷ് ഏട്ടനും എല്ലാവർക്കും നന്ദി അറിയിക്കും. അതാണ്. അപ്പോൾ മാവേലി തിരക്കിലാണ്. മാവേലി നമുക്ക് വിടാം. ശരി മാവേലി, താങ്ക് യു. അപ്പോൾ അതല്ല, നമുക്ക് ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ ഒരു പക്ഷേ മുൻപ് കണ്ട് പരിചയമില്ലാത്ത ഒരു കലാരൂപമായിരിക്കും അല്ലേ ആതിര? ചേച്ചിമാരുണ്ട്, ഒരു പുതിയ കലാരൂപമാണെന്ന് തോന്നുന്നു അവർ അവതരിപ്പിക്കാനായിട്ട് ഇരിപ്പുണ്ട്. അതിൽ എല്ലാവരും തന്നെ ആ ഒരു മൂഡിലേക്കാണ്. ചേച്ചി, എന്താ ഇത്, എന്താ ഐറ്റം, എന്താ? ചാലാമിക്കളിയാണ്. പിന്നെ എവിടുന്നാ വരുന്നത്? കാസർഗോഡ് ഇല്ല, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നിന്ന് വരുന്നവരാണ്. അങ്ങ് കാസർഗോഡ് നിന്ന് തന്നെ തൃപ്പൂണിത്തുറയിൽ വന്ന് അത്തച്ചമയത്തിന്റെ ഭാഗമാകാൻ എത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ആദ്യമായിട്ടാണ്. അപ്പൊ ഇവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാം. മാധു പൂർണ്ണമായിട്ട് ഒരു ഓണം വൈബിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ കലാരൂപങ്ങളും മലയാളിയെ സംബന്ധിച്ചും മറ്റെന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ഓണം വൈബിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കാറും കോളും ഒക്കെ മാറി ഒരു പ്രതീക്ഷയുടെ ഓണം, ഒരു പൊന്നോണം വരുന്ന ആ ഒരു വരവേൽപ്പിലേക്ക്, ആ ഒരു സന്തോഷത്തിലേക്ക് തന്നെ മാറുകയാണ്. ആ ഒരു മൂഡ് തന്നെയാണ് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. എല്ലാവരും ആ ഒരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഒരു പല കലാരൂപങ്ങളുടെ തന്നെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാമെന്ന് പറയും. ഇവിടെ കഥകളിയുണ്ട്, മാവേലി നമ്മൾ കണ്ടു, ഇതാ കഥകളിയുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. നിങ്ങളൊക്കെ എവിടുന്നാണ് വന്നത്? പാലക്കാട് പട്ടാമ്പി. പാലക്കാട് നിന്നാണ്. കാസർഗോഡ് കഴിഞ്ഞു, പാലക്കാട് നിന്നാണ്. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? അത്തച്ചമയത്ത് പാലക്കാടിലെ പട്ടാമ്പിയാണ്. പട്ടാമ്പിയാണ്. അപ്പൊ കഥകളിയുണ്ട്, നിരവധി കലാരൂപങ്ങളുണ്ട്. ആദ്യമായിട്ടാണോ അത്തച്ചമയത്തിന്? അത് ആദ്യമായിട്ടാണ്. ഓണം എങ്ങനെ ഇത്തവണ? ഓണം പൊളിക്കുവോ? ഓണം നന്നാവും, ഉഷാറാവും. ഇത്തവണ ഓണം എങ്ങനെ? അടിപൊളിയാണ്. അതാണ് മലയാളിയെ സംബന്ധിച്ച് അടിപൊളിയാണ് ഇത്തവണത്തെ ഓണം. ആ ഓണം നമ്മൾ എങ്ങനെയായാലും കലക്കും. അടുത്ത കലാരൂപങ്ങൾ വന്നു കഴിഞ്ഞു. എവിടുന്നാണ് വരുന്നത്? പട്ടാമ്പി. ഇതും പട്ടാമ്പിന്ന് തന്നെയാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് അത്തം കളറാക്കാൻ ഒരു ടീമാണ്. കേളി നടനം പട്ടാമ്പി. കളറല്ലേ ഇത്തവണ ഓണം? ഓ, സൂപ്പറാണ്. ഹാപ്പി ഓണം. ഇത്തവണ ഓണം എങ്ങനെ? സൂപ്പറാണ്. എങ്ങനെയുണ്ട് തൃപ്പൂണിത്തുറ വന്നിട്ട് ആ ഒരു ആവേശം? നമ്മൾ ഓണം മലയാളിക്ക് കൊടുക്കുന്നത് ഇവിടുന്നാണ് ഓണം തുടങ്ങുന്നത്. അടിപൊളി. പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ആ ഒരു ഓണം വൈബിലേക്ക് മാറിക്കഴിഞ്ഞു. നിരവധി കലാരൂപങ്ങൾ, ഒരു വർണ്ണാഭമായ കാഴ്ച തന്നെയാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പരിപാടികൾക്ക് തുടക്കം കഴിഞ്ഞിട്ട് ഈ ഘോഷയാത്രയിലേക്ക് ഇറങ്ങുകയാണ്. നഗരം ചുറ്റുകയാണ്. കീർത്തന, എങ്ങനെയാ? വൈബല്ലേ? വൈബാണ്. നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ, കുറച്ച് ഫോറിനേഴ്സും ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്തൊന്ന് ചോദിച്ചാലോ? ഹായ് ഗൈസ്, you guys are from? Ireland. I'm from Ireland. She's from? I'm from Hong Kong. Hong Kong. Did you guys like it here? Yeah, we are like soaking in every bit of the vibe. It's really cool. We've never seen this like before, so it's really cool for us to watch. Okay, so enjoy, okay? Okay, thank you. അപ്പോൾ അതാണ്, ഫോറിനേഴ്സും ഉണ്ട്. ഈ പുലിപ്പുറത്ത് മുരുകനുണ്ട്. ഭയങ്കര തേജസ്സും ചൈതന്യവും ഒക്കെയാണ് മുരുകനെ കാണാൻ. എന്തൊരു ഭംഗിയാണ്. നല്ല മേക്കപ്പും നല്ല വസ്ത്രധാരണവും ഒക്കെ ആയി. നമുക്ക് മുരുകന്റെ അടുത്തും കൂടെ ചോദിച്ചു നോക്കാം. എന്താ പേരെന്താ? രമേശ്. എത്ര സമയം എടുത്തു മേക്കപ്പ് ഒക്കെ ചെയ്യാൻ? 1 മണിക്കൂർ. അപ്പൊ അതാണ്. എന്തായാലും ഈ പുലി കണ്ടോ, പുലിയുടെ തലയൊക്കെ ഇളകുന്നുണ്ട്. അപ്പൊ ഫുൾ വൈബാണ്, ഫുൾ കളറാണ്, പലതരത്തിലുള്ള കലാരൂപങ്ങൾ, ഒട്ടനവധി വർണ്ണങ്ങളാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണുന്നത്. അതാണ്. പിന്നെ കീർത്തന, അയ്യപ്പനാണ് അയ്യപ്പൻ. അയ്യോ, അയ്യപ്പൻ. അയ്യോ, ക്ഷമിക്കണം, അയ്യപ്പനാണ്, മുരുകനല്ല. അയ്യപ്പനാണ്. മൈ മിസ്റ്റേക്ക്, ക്ഷമിക്കണം. അപ്പൊ അതാണ്, അയ്യപ്പനാണ് കേട്ടോ. കൊട്ടുമേളമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? കൊട്ടുമേളം തുടങ്ങിക്കഴിഞ്ഞു. ഭയങ്കര ബഹളമാണ് ഇവിടെ. ഇപ്പോൾ ഓരോ കലാരൂപങ്ങളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ബാൻഡ് മേളം ഉണ്ട്, ചെണ്ടമേളം ഉണ്ട്, തെയ്യം ഉണ്ട്, പിന്നെ ഈ
അത്തച്ചമയത്തിന് വരുന്ന ഒരു കലാരൂപമാണ് കരിങ്കാളി. അത് ഇത്രയും കൊല്ലമായിട്ട് ഈ അത്തച്ചമയത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു സംഘം ആദ്യമായി കരിങ്കാളി വേഷം അണിഞ്ഞ് ഇവിടെ ആ കലാരൂപം അവർ അവതരിപ്പിക്കാൻ പോവുകയാണ്. കഥകളിയുണ്ട്, പുലിക്കളിയുണ്ട്, ശോഭനി മോഹൻലാലുണ്ട്. നമുക്ക് ശോഭനി മോഹൻലാലിൻ്റെ അടുത്തും ഒന്ന് പോയി വരാം. മറ്റേ ഇതിപ്പോ നമ്മൾ കണ്ടില്ലേ, ഒരു നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ കോർണർ നമ്മുടെ പുലിക്കളി ചേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളത് അവിടെ നമുക്ക് അങ്ങോട്ടൊന്ന് പോവുകയാണെങ്കിൽ നമുക്കവിടെ ഒരു മോഹൻലാലിനെ കാണാം, ശോഭന ചേച്ചിനെയും കാണാം. നമ്മുടെ ചോദിച്ചു നോക്കാം നമുക്ക് അവരുടെ അടുത്ത്. അയ്യോ എന്താ ഇത്? എന്താ ഇത്? ശോഭനയോ? സൂപ്പർ. എവിടെയാ? ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസ് ഉണ്ടോ? ഓക്കെ, എപ്പോഴാ? ഒരു ഡെമോ ഇടുന്നോ? ഓക്കെ, ഒരു ഡെമോ. എന്താണ്? ഒരു ഡെമോ പാട്ടിട്ടേരോ? ഒരു പാട്ടിട്ടേരോ? പാട്ട് ചേട്ടാ, പാട്ടില്ലാതെ ഒരു ചെറിയൊരു സാധനം കാണിക്കോ? പോവില്ല. ശരി, ഇങ്ങനെ നമുക്ക് 12,000-ഓളം കലാകാരന്മാർ അണിനിരക്കുന്നതാണ് അത്തച്ചമയ ഘോഷയാത്ര എന്നത്. ഈ സമയമാണ് അവരുടെയൊക്കെ കലാപരമായ കഴിവുകളൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാനൊക്കെ കഴിയുന്നത്. വലിയ കാര്യമാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സീസൺ വരുന്ന സമയത്ത്. നമുക്ക് തിരുവനന്തപുരത്താണെങ്കിൽ ഓണാഘോഷത്തിൻ്റെ ഒക്കെ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്ന എത്രയോ ആളുകളെ കാണാൻ കഴിയും. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം അവരുടെയൊക്കെ കലാപ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും.